ബംഗ്ലാദേശിൽ വീണ്ടും അരക്ഷിതാവസ്ഥ. ദാരിദ്ര്യത്തിലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയെ സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ഭരണാധികാരി അധികാരം ഉപേക്ഷിച്ച് രാജ്യം വിട്ട് പലായനം ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക? ശരിക്കും എവിടെയാണ് അവർക്ക് പിഴച്ചത്? ബംഗ്ലാദേശ് സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയാണ് രാജിവെച്ച് രംഗമൊഴിയുകയാണ് ഷെയ്ഖ് ഹസീന. 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാജിവെച്ച് പ്രധാനമന്ത്രി രാജ്യം വിട്ടത്. പ്രതിഷേധം രൂക്ഷമായപ്പോൾ പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അക്രമകാരികളെ ശക്തമായി നേരിടുമെന്ന നിലപാടുമായിരുന്നു അവർക്ക്. പക്ഷേ സൈന്യം നേരിട്ട് നിലപാട് അറിയിച്ചതോടെയാണ് അവർ രാജി എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് ബംഗ്ലാദേശിലെ അണികൾ ഷെയ്ഖ് ഹസീനയെ വിശേഷിപ്പിക്കുന്നത്. എതിരാളികളാകട്ടെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപതിയെന്നും. പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന മനുഷ്യത്വത്തിന്റെ മാതാവ് തന്നെ. പ്രതിപക്ഷത്തിന് വിയോജന ശബ്ദങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന സ്വേച്ഛാധിപതിയും. ബംഗ്ലാദേശിലെ ഏകാധിപത്യ പട്ടാള ഭരണത്തിനെതിരെ ജീവൻ പണയം വെച്ച് പോരാടിയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കുകയും ഒടുവിൽ ഭരണത്തിൽ മതിഭ്രമം ബാധിച്ച് കളം വിടേണ്ടി വന്ന കഥയാണ് 76-കാരിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് പറയാനുള്ളത്. 4ാം തവണയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയപ്പോൾ രാജ്യം ഇതുവരെ കാണാത്ത ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഷെയ്ഖ് ഹസീനയെ ചോദ്യം ചെയ്യാൻ പോലും കഴിവില്ലാതെ പോയ പ്രതിപക്ഷമായിരുന്നു അവരുടെ കരുത്ത്. ആ സാഹചര്യത്തിൽ നിന്നാണ് എല്ലാം ഉപേക്ഷിച്ച് ഹസീനയ്ക്ക് പടിയിറങ്ങേണ്ടി വന്നത്. തന്റെ പിതാവിനും കുടുംബത്തിനും സംഭവിച്ച വിധിയിൽ നിന്നും 19 തവണ രക്ഷപ്പെട്ട അതിജീവിത കഥയിലെ നായികയായിരുന്നു അവൾ. 17 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് വഴിതിരിച്ച കരുത്തുറ്റ വനിത. 1996-ലാണ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. 2001-ലെ തിരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താനായില്ല. പിന്നീട് 2007-ൽ സൈന്യം അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അഴിമതി കുറ്റം ചുമത്തി ഹസീനയെ ജയിലിലടച്ചു. പിന്നീട് 2008-ലും 2014-ലും 2019-ലും ഹസീന വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തി. 1996 മുതൽ 2001 വരെയും പിന്നീട് 2009 മുതൽ തുടർച്ചയായും അധികാരത്തിലിരുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ ഭരണാധികാരി എന്ന ഖ്യാതിയും അവരെ തേടിയെത്തി. ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി തുടങ്ങിയിരുന്നു. വർഷങ്ങളായി ബംഗ്ലാദേശിൽ തുടരുന്ന സംവരണ നയമായിരുന്നു ഇക്കുറിയും വില്ലനായത്. സംവരണ വിരുദ്ധ പ്രതിഷേധം പെട്ടെന്ന് അക്രമാസക്തമായി. സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ 300ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. 1975 ഓഗസ്റ്റ് 15-ന് ബംഗ്ലാദേശിൽ നടന്ന സൈനിക അട്ടിമറിയാണ് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. അന്ന് ആ അട്ടിമറി നടക്കുമ്പോൾ ജർമ്മനിയിലായിരുന്ന ഹസീനയ്ക്ക് നഷ്ടമായത് 3 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു. പിന്നീട് തന്റെ പിതാവും ബംഗ്ലാദേശിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ വിഭാവനം ചെയ്ത ബംഗ്ലാദേശ് യാഥാർത്ഥ്യമാക്കാനായിരുന്നു ഹസീനയുടെ ശ്രമങ്ങൾ. അച്ഛന്റെ വിധി തന്നെ തനിക്ക് വന്നു ചേരുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അവർ അഭയം തേടിയത് ഇന്ത്യയിലാണ്. പിന്നീട് ബംഗ്ലാദേശിലേക്ക് മടങ്ങുകയും അവാമി ലീഗിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെയും പലതവണ മാറിവന്ന ഭരണകൂടങ്ങൾ ഹസീനയെ തടവിലാക്കി. അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ നിരവധി വികസന പ്രവർത്തനങ്ങളും റോഹിംഗ്യൻ അഭയാർത്ഥികളെ രാജ്യത്തേക്ക് ക്ഷണിച്ചതുമെല്ലാം ഷെയ്ഖ് ഹസീനയുടെ കീർത്തി വർദ്ധിപ്പിച്ചു. ഈ വർഷം ജനുവരിയിലാണ് ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. പക്ഷേ ഏകപക്ഷീയമായിരുന്നു ബംഗ്ലാദേശിൽ നടന്ന ആ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന് വിശ്വാസ്യതയില്ലെന്ന് പറഞ്ഞ് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സഖ്യകക്ഷികളും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. അതോടെ വോട്ടെടുപ്പ് നടന്ന 299 മണ്ഡലങ്ങളിൽ 223-ലും ഭരണകക്ഷിയായ അവാമി ലീഗ് വിജയിച്ചു. ബംഗ്ലാദേശ് സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന തുടർച്ചയായി 4ാമതും പ്രധാനമന്ത്രിയാകുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ഇത് 5ാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുന്നത്. അനുയായികൾക്ക് അവർ ഉരുക്കു വനിതയാണ്. ബംഗ്ലാദേശിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച പ്രധാനമന്ത്രി. പക്ഷേ വിമർശകർക്ക് അവർ ഏകാധിപതിയാണ്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരി.
അതിനാൽ തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വികാരം ബംഗ്ലാദേശിൽ വ്യാപകമായത്. ഹസീനയുടെ ഭരണത്തിലെ ഏകാധിപത്യ സ്വഭാവം ജനങ്ങളിൽ അസംതൃപ്തിയുണ്ടാക്കി. ഹസീനയ്ക്ക് യഥാക്രമം 84-82% വോട്ടുകൾ ലഭിച്ച അവസാന 2 തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായി അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവർ ആരോപിച്ചിരുന്നു. 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന BNP നേതാവ് ഖാലിദ് സിയ ഇപ്പോഴും വീട്ടുതടങ്കലിലാണ്. കൂടാതെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ 40 ലക്ഷം കേസുകളാണുള്ളത്. ഒപ്പം സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ, സിവിൽ സൊസൈറ്റി പ്രവർത്തകർ എന്നിവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നതായും ആരോപണങ്ങൾ ഉയർന്നു. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നേരത്തെ നൽകിയിരുന്ന 30% സംവരണം ബംഗ്ലാദേശ് സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനം. 2018 ഈ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ ശക്തമായ സമരം നടക്കുകയും സർക്കാർ പ്രക്ഷോഭകർക്ക് മുന്നിൽ വഴങ്ങുകയും ചെയ്തിരുന്നു. അന്ന് സർക്കാർ പിൻവലിച്ച സംവരണം ജൂൺ മാസം സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു. അതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നു. സമരത്തെ തുടർന്ന് നേരത്തെ മിക്ക സർക്കാർ ജോലികളിൽ നിന്നും കോട്ട പിൻവലിച്ച് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. കോടതിയുടെ ഈ നീക്കം താൽക്കാലികമായി പ്രതിഷേധത്തെ തണുപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ നിസ്സഹകരണ പരിപാടിയിലാണ് വീണ്ടും സംഘർഷം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ 100 പേരെങ്കിലും കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. ഈ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് മേൽ പട്ടാളം സമ്മർദ്ദം ചെലുത്തിയത്. അതോടെയാണ് ഉരുക്കു വനിതയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത്. ബംഗ്ലാദേശ് മണ്ണിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ച് ഏകാധിപതിയായി മാറിയാണ് ഹസീനയുടെ മടക്കം. ബംഗ്ലാദേശിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം.